ഹലോ, നമുക്കിന്നൊന്ന് കൊച്ചി വരെ പോവാട്ടോ. കൊച്ചിയിൽ നമുക്ക് ചെറിയൊരു ആവശ്യമുണ്ട് ഇന്ന്. നമ്മൾ പോകുന്ന ആവശ്യത്തിന് അപ്പോയിൻമെൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ ബ്ലോക്കൊക്കെ പ്രതീക്ഷിച്ചാട്ടോ നമ്മൾ ഇറങ്ങിയേ. പക്ഷേ ഇത് വല്ലാത്തൊരു ബ്ലോക്ക് പരിപാടിയായിപ്പോയി. ആലപ്പുഴ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ. അത് നമ്മൾ ഇൻഫോം ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞതിൽ നിന്ന് ഏകദേശം ഒരു 1 അവറും കൂടി അവർ നമുക്ക് എക്സ്ട്രാ നീട്ടി തന്നു കേട്ടോ. ഇത്രയും ദൂരത്തുനിന്ന് നമ്മൾ പോകുന്നതെന്നുള്ള കാര്യം ഞാൻ നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അങ്ങനെ ഒരു ഹെൽപ്പ് അവർ ചെയ്തു കേട്ടോ. ബ്ലോക്കും അതിൻ്റെ കൂടെ ചൂടും കൂടി ആയപ്പോൾ ഒന്നും പറയണ്ട, അത്ര നല്ല സുഖമുള്ള യാത്രയായിരുന്നു. പാതി വഴി ആയപ്പോൾ നമ്മളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റി. ടൈം അവർ കുറച്ചും കൂടെ നീട്ടിത്തന്നെന്ന് പറഞ്ഞാലും ഏകദേശം അവർ തന്ന ടൈമിലും ഒരു 10 മിനിറ്റും കൂടി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വന്നത് എന്തിനാന്ന് പറയാമേ. ഇസുവിന് ഒരു ആർട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നതേ. ഷൂട്ടിന് കൂടെ നമുക്ക് കയറാമെങ്കിലും അവിടെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും പറ്റത്തില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പുതിയ ആളും പുതിയ സ്ഥലവും പിന്നെ ഈ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ആയിട്ട് ആൾ കുറച്ച് അലമ്പായിരിക്കും കേട്ടോ. ആളൊന്ന് നന്നായിട്ട് സെറ്റായി വരുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ പാർട്ടിസിപ്പേഷൻ്റെ. അങ്ങനെ ഇസുവിന് അവൻ്റെ ലൈഫിലെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇസുവിനാണെങ്കിൽ ഇതൊന്നും എന്താന്ന് പോലും അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറേ ആയി ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ കുറച്ച് ദൂരമാണെങ്കിലും സാരമില്ല, പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കേട്ടോ നമ്മളിവിടെ എത്തിപ്പെട്ടെ. ഞാനിതുവരെ അവന് സ്ക്രീൻ ടൈം ഒന്നും കൊടുക്കാത്തതുകൊണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫോണൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് മൈൻഡ് സെറ്റാക്കാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇസുവിന് ഞാൻ ഫോൺ ആകെ കൊടുക്കുന്നത് അവൻ്റെ അബ്ബ വിളിക്കുമ്പോൾ മാത്രമേ ഉള്ളേ. അതുകൊണ്ട് തന്നെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് പോലും അവൻ ഫോണിലേക്ക് നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുണ്ടായിരുന്നൊരു ചേച്ചി എനിക്കതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ സോൾട്ടും ഷുഗറും ഓയിലും ഫോണും ഒക്കെ കൊടുക്കാണ്ട് വളർത്താൻ ഭയങ്കര പാടാട്ടോ. നമ്മുടെ ഫാമിലിനെ നമ്മൾ ഏകദേശം ഒരു രീതിയിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കായിരിക്കും ഏതെങ്കിലും ഒരു റിലേറ്റീവ് കയറി ഇത് ഇടപെടുന്നത്. നമ്മൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ഡയലോഗ് സ്ഥിരം കേട്ടോ. ഞാൻ മാക്സിമം അത് അവോയ്ഡ് ചെയ്ത് വിടാറുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ അവിടുത്തെ കഴിഞ്ഞുകൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ എവിടെയെങ്കിലും ഒരു സ്ഥലമെങ്കിലും പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആലോചിച്ചപ്പോഴാണ് ജൂസ് സ്ട്രീറ്റ് ഞാനിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഏകദേശം 1 വർഷത്തോളം എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ടേ. എന്നിട്ടും ഞാൻ ഈ സ്ഥലങ്ങളൊന്നും പോയി കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് സൺഡേ മാത്രമേ ഓഫ് ഉണ്ടായിരിക്കത്തുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് സാറ്റർഡേ അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകണമെന്നുള്ള ഒരൊറ്റ മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പിന്നെ മൺഡേ മോർണിംഗ് തിരിച്ച് അങ്ങോട്ടേക്കായിരുന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും പോയി കാണാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അത് ആലോചിക്കുമ്പം ഭയങ്കര റിഗ്രറ്റ് ഫീലാണേ. അങ്ങനെ എന്തായാലും നമ്മൾ ജൂ ടൗൺ ഫിക്സ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുമായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ വളരെ പരിചയമുള്ളൊരു സ്ഥലം കണ്ടേ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ടുള്ള റൂട്ടൊന്നും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തൂടെ ആയിരിക്കും അങ്ങോട്ട് പോകുന്നതെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു എൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതേ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കൂടെ. അവർക്കൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഹോസ്റ്റലിലോട്ട് പോകുന്ന വഴി, ഇതാണ് എൻ്റെ ഓഫീസ്, ഇവിടെയാണ് ഞങ്ങൾ കോഫി കുടിക്കാൻ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടല്ലോ, എനിക്കതൊക്കെ കിട്ടി കേട്ടോ അവിടെ വന്നപ്പോൾ. ഞാൻ ഏകദേശം ഇവിടുന്ന് റിസൈൻ ചെയ്ത് വന്നിട്ട് 5 വർഷത്തോളമായി കേട്ടോ. കോവിഡിന് മുമ്പുള്ള ടൈമിലാണ് ഞാൻ റിസൈൻ ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ടീമിലുണ്ടായിരുന്ന അധികം ആളുകളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഏകദേശം 1-2 പേരും കുറച്ച് TLs മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് അറിയാവുന്നവരായിട്ട്. എന്തായാലും ഞാൻ അവിടെ കയറിയൊന്നുമില്ല. നേരെ നമ്മൾ ജ്യൂസ് സ്ട്രീറ്റിലോട്ടായിരുന്നു പോയത്. എന്തായാലും അവിടെ പോയി കുറച്ച് കറങ്ങി അവിടെ കുറച്ച് നല്ല ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അന്ന് അവിടെ കൂടെ ഉണ്ടായിരുന്നതിൽ കുറച്ച് ഹോസ്റ്റൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കേട്ടോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് നല്ല മിസ് ചെയ്തു അവരെയൊക്കെ. നമ്മൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് രണ്ടും 2 രീതിയാണേ. അന്നേ ഇവിടെയൊക്കെ വന്ന് കാണേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് തോന്നുന്നുണ്ട്. അവരും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെന്ന് തോന്നുന്നു. ഇപ്പം എല്ലാവരും ഓരോ വഴിക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വന്നു. തിരിച്ചിങ്ങോട്ട് പോരുന്ന വഴിക്ക് നമ്മുടെ ഒരു കസിൻ താമസം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് കയറണം എന്നുണ്ടായിരുന്നേ.
അങ്ങനെ നമ്മൾ വന്ന് അവിടെയും കൂടി കയറിയിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചിങ്ങ് പോരുമായിരുന്നു. രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അതുകൊണ്ട് രാത്രിത്തേക്കുള്ള ഫുഡും കൂടി കഴിച്ചിട്ടാട്ടോ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നേ. പിന്നെ പറയാൻ മറന്നുപോയി, ഇസുവിനാണെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ